വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ മന്ത്രിമാർ സന്ദർശനം നടത്താൻ വൈകിയതിൽ പ്രതിഷേധിച്ച് ബന്ധുക്കളും നാട്ടുകാരും. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ വീട് സന്ദർശിക്കാൻ മന്ത്രിമാരായ എ.കെ. ശശീന്ദ്രൻ, എം.പി. രാജേഷ്, കെ. രാജൻ എന്നിവർ എത്തിയപ്പോഴാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത്. ഇനി മനുഷ്യരൊന്നും വോട്ട് ചെയ്യണ്ടല്ലോ, മൃഗങ്ങൾ വോട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് കൊല്ലപ്പെട്ട അജീഷിന്റെ മകൻ അലന്റെ ചോദ്യത്തിനു മുന്നിൽ മന്ത്രിമാർ നിശബ്ദരായി. ബീഡിപ്പടക്കം കൊണ്ട് ആനയെ ഓടിക്കാൻ സാധിക്കുമോ എന്നും 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ അലൻ മന്ത്രിമാരോട് ചോദിച്ചു. വന്യമൃഗങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും പരാതികളും ഉന്നയിച്ചു. കർണാടകയിൽ നിന്നെത്തിയ ആനയെ പിടികൂടാൻ ദിവസങ്ങളായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇതിൽ നടപടി വേണം. മൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലിറങ്ങിയാൽ ജനങ്ങൾക്ക് കാടു കയറേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചാലും ഉദ്യോഗസ്ഥരെ കണി കാണാൻ കിട്ടാറില്ല. ഈ അവസ്ഥ തുടർന്നാൽ ഇനി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ജനങ്ങൾ തന്നെ കൊല്ലും. കുരങ്ങന്റെയും കാട്ടാനയുടെയും വോട്ട് വാങ്ങിയല്ലോ നിങ്ങൾ സഭയിലെത്തിയത്, മനുഷ്യരുടെ വോട്ട് വാങ്ങിയല്ലേ. ജനങ്ങളുടെ കാര്യത്തിൽ ഭരണം നടത്തുന്നവർ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ബത്തേരിയിലെ അവലോകന യോഗത്തിനു ശേഷം ഉച്ചകഴിഞ്ഞാണ് മരിച്ചവരുടെ വീടുകളിൽ മന്ത്രിമാർ സന്ദർശനം നടത്തിയത്. കടുവ കൊന്ന വകേരി മൂടക്കൊല്ലി പ്രജീഷിന്റെ വീട്ടിലായിരുന്നു ആദ്യ സന്ദർശനം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി പടമല പനച്ചിയിൽ അജീഷ്, പാക്കം വെള്ളച്ചാലിൽ പോൾ തുടങ്ങിയവരുടെ വീടുകളും സന്ദർശിച്ചു. പ്രശ്ന സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു മന്ത്രിമാരുടെ സന്ദർശനം. അതേസമയം വന്യജീവി ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമായ വയനാട്ടിൽ കേന്ദ്ര വനവകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് സന്ദർശനം നടത്തും. സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ മൂലമാണ് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്തതെന്നും കേന്ദ്രം ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് മന്ത്രി ബുധനാഴ്ച എത്തുന്നത്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന 2 അവലോകന യോഗങ്ങളിലും മന്ത്രി പങ്കെടുക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിയും വനമന്ത്രിയും ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണെന്നും വന്യജീവി ആക്രമണമടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇവരെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. 25 വർഷം പിറകിലാണ് മന്ത്രിമാർ. വന്യജീവി ആക്രമണം നേരിടാൻ ഫലപ്രദമായതൊന്നും നടത്തുന്നില്ല. നൂതന സംവിധാനങ്ങളില്ല. എ.കെ. ശശീന്ദ്രൻ പോലും ഏറെ വൈകിയാണ് വയനാട്ടിലെത്തിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരുടെ വീടുകളിലെത്തിയിരുന്നു. വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുക്കുമെന്ന് അറിയിച്ചു. അതേസമയം ഇതുവരെ ആനയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. 200 വനവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ദൗത്യത്തിലുള്ളത്. രാത്രിയിലും ദൗത്യം തുടരും. ആന കർണാടകത്തിലേക്ക് പോകുന്നതും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും തടയുകയാണ് വനവകുപ്പ്. ആനയുടെ 100 മീറ്റർ അടുത്ത് വരെ ദൗത്യസംഘം എത്തിയിരുന്നു. 30 മീറ്റർ അടുത്തെത്തിയാലേ വെടിവെക്കാൻ സാധിക്കൂ. ആ ഒരു സ്ഥലത്ത് നിൽക്കാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ വെല്ലുവിളിയാകുകയാണെന്നും DFO അജിത് കെ. രാമൻ പറഞ്ഞു. അതേസമയം ജനങ്ങൾ സംഘടിപ്പിച്ച് ദൗത്യം നടത്തുന്ന ബാവലിക്കടുത്ത് റോഡിൽ നിൽക്കുകയാണ്.